നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല. പാകിസ്ഥാനികൾ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണം. വാഗ അട്ടാരി അതിർത്തി അടച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. തീരുമാനം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ. പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് ലഷ്കർ-ഇ-ത്വയ്ബ കമാൻഡർ സൈഫുള്ള കസൂരി. ആക്രമണം നടത്തിയ 4 ഭീകരരുടെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. 2 പേർ പ്രാദേശിക ഭീകരർ. കാശ്മീരിൽ കനത്ത സുരക്ഷ. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. ഇന്ത്യക്ക് പിന്തുണയറിയിച്ച് ലോകരാഷ്ട്രങ്ങൾ. ഭീകരർക്ക് മറുപടി നൽകണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ. തിരിച്ചടിക്കുമെന്ന് രാജ്നാഥ് സിംഗ്. പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങി. മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 10,000 വത്തിക്കാനിൽ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം തുടരുന്നു. സാന്താ മാർത്തയിൽ നിന്ന് മൃതദേഹം എത്തിച്ചത് വിലാപയാത്രയായി. കേരളത്തെ പ്രതിനിധീകരിച്ച് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. പതിനാറാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് തിരിതെളിഞ്ഞു. മേള ഏപ്രിൽ 4 വരെ. 22 രാജ്യങ്ങളിൽ നിന്നായി 122 പ്രസാധകർ പങ്കെടുക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല. പാകിസ്ഥാനികൾ ഇന്ത്യ വിടണം. വാഗ അട്ടാരി അതിർത്തി അടച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any SVAS visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVAS visa has 48 hours to leave India. The Defence, Military, Naval and Air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own Defence, Navy and Air advisors. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 26 കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. പഹൽഗാം മേഖല പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആക്രമണത്തിൽ പാക് ചാരസംഘടനയുടെ ബന്ധം ഇന്ത്യ ഉറപ്പിച്ചു. ഭീകരാക്രമണം നടത്തിയ 4 ഭീകരരുടെ ചിത്രം പുറത്തുവിട്ടു. ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് വിവരം. കനത്ത ജാഗ്രതയിലും സൈനിക വലയത്തിലുമാണ് കശ്മീർ. വിനോദസഞ്ചാരികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ 4 ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. 2 പ്രദേശവാസികളടക്കം 6 ഭീകരരാണ് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. ഇതിൽ 2 പേർ പ്രാദേശിക ഭീകരരാണ്. ഇവരെ തിരിച്ചറിഞ്ഞു. സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് വിവരം. പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്.
റിപ്പോർട്ട്. അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ ഉള്ളിൽ വളരുന്ന ഇന്ത്യക്കെതിരായ കലാപങ്ങളുടെ ഭാഗമാണ് ആക്രമണമെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം. ആക്രമണ വിവരം അറിഞ്ഞതിനു പിന്നാലെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ അടിയന്തര യോഗം ചേർന്നു. എസ് ജയശങ്കർ, അജിത് ഡോവൽ, വിക്രം മിശ്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിനോദസഞ്ചാരികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആദരമർപ്പിച്ചു. പരിക്കേറ്റവരെ അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ആക്രമണം നടന്ന പെഹൽഗാമിലും അദ്ദേഹം നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനിടെ ഭീകരാക്രമണത്തിനെതിരെ കശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സമാധാനം ഉറപ്പാക്കാൻ അധികാരികൾ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭയും അമേരിക്ക, ഇസ്രായേൽ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അപലപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഭീകരർക്ക് മറുപടി നൽകണമെന്ന് രാജ്യം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ്. തിരിച്ചടിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസും അറിയിച്ചു. ഭീകരാക്രമണത്തിൽ സുപ്രീംകോടതി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ആക്രമണം മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയെന്ന് സുപ്രീംകോടതി പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ രാജ്യത്തുയരുന്നത് ഒരേ വികാരമാണ്. ഭീകരർക്ക് തക്കതായ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. ആക്രമണം നടത്തിയ ഭീകരരിൽ ഒതുങ്ങില്ല എന്ന സന്ദേശമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് വ്യോമസേനയുടെ പരിപാടിയിൽ നൽകിയത്. ഭീകരർക്ക് സഹായം നൽകിയവരെയും തേടിച്ചെന്ന് തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. കശ്മീർ ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി ഇന്ത്യ കൊടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭീകരവാദികൾ മതം ചോദിച്ചത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. വികസിത ഭാരതത്തിന്റെ കുതിപ്പിനെ തടയാൻ ചിലർ ശ്രമിക്കുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭീകരവാദികൾ ചോദിച്ചൊരു പ്രശ്നം, നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു. അത് നമുക്ക് മനസ്സിൽ വെക്കണം. ഞാനിന്ന് ഒരു രാഷ്ട്രീയത്തിനല്ല പറഞ്ഞത്, ഇതൊരു ക്ലിയർ ആൻഡ് പ്രസൻറ്റ് ഡേഞ്ചറാണ്. ഈ ടെററിസം എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ നമ്മുടെ വികസിത ഭാരതത്തിൻ്റെ ട്രജക്ടറിയും സ്പീഡിനെ ബ്രേക്ക് ചവിട്ടാൻ ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങളുണ്ട്. ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ശ്രീനഗറിലെ PCR ആശുപത്രിയിലെത്തി മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംഭവം നടക്കുന്നതെന്നും എല്ലാ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. The entire country should unitedly on solidarity with deceased families. As a countryman, we need to stand up bravely, speak against this terrorism activity. ഭീകരാക്രമണത്തിൽ സുപ്രീം കോടതി അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. ആക്രമണം മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയെന്നും സുപ്രീം കോടതി പറഞ്ഞു. പൈശാചിക മനസ്സുള്ളവർക്കേ ഇങ്ങനെ ചെയ്യാനാവൂ എന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ബുദ്ധിശൂന്യമായ ഈ ആക്രമണം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. തീവ്രവാദം അഴിച്ചുവിടുന്ന ക്രൂരതയുടെയും മനുഷ്യരാഹിത്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണിതെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശിയൻ രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മന്ത്രി P. പ്രസാദ്, ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. വെള്ളിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നടക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട രാമചന്ദ്രന്റെ ഭൗതിക ശരീരം 8 മണിയോടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രി P. പ്രസാദ്, ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ, ഹൈബി ഈഡൻ, ബെന്നി ബെഹ്നാൻ, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയവർ N. രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചു. രാമചന്ദ്രന്റെ ഭൗതിക ശരീരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബിക്കോസ് അവരുടെ ബന്ധു വിദേശത്ത് നിന്ന് വരാനുണ്ട്. സോ വന്ന ഉടനെ മറ്റന്നാൾ നമ്മൾ ചെങ്ങമ്പുഴ പാർക്കിൽ വെച്ച്, അവരുടെ വീടെടുത്തുള്ള ചെങ്ങമ്പുഴ പാർക്കിൽ വെച്ച് പൊതുദർശനം ഉണ്ടാവും. രാവിലെ 7 മണി മുതൽ 9 മണി വരെ. അതിനുശേഷം ക്രമേഷൻ ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും മാറ്റം, ഫാമിലിയുടെ റിക്വസ്റ്റ് വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രനും കുടുംബവും കശ്മീരിലേക്ക് പോയത്. മകൾ ആതിരയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു രാമചന്ദ്രനെ വെടിയേറ്റത്. ഭീകരവാദത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് N. രാമചന്ദ്രന്റെ മൃതദേഹം ജന്മനാട് ഏറ്റുവാങ്ങിയത്.
വെള്ളിയാഴ്ച കൊച്ചിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ മുമ്പ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയും പഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഇരുവരും അപലപിച്ചു. നിരപരാധികളുടെ ജീവൻ അപഹരിച്ചത് അപലപനീയമാണ്. ഭീകരപ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല എന്ന് പറയുകയും ആക്രമണത്തിൽ സൗദി കിരീടാവകാശി സൽമാൻ ബിൻ മുഹമ്മദ് സഹായം വാഗ്ദാനം ചെയ്തതായും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ ഇജാസ് ഖാൻ പറഞ്ഞു. ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തെ കുവൈറ്റ് ശക്തമായി അപലപിച്ചു. അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച സന്ദേശത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചു. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ UAE ശക്തമായി അപലപിച്ചു. സുരക്ഷയും സ്ഥിരതയ്ക്കും തുരങ്കം വയ്ക്കുന്ന ആക്രമണത്തെയും ഭീകരരെയും നിരാകരിക്കുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ സർക്കാരിനെയും ജനങ്ങളെയും ഇരകളുടെ കുടുംബത്തെയും മന്ത്രാലയം അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും UAE വിദേശകാര്യ മന്ത്രാലയം ആശംസിച്ചു. മറ്റു വാർത്തകളിലേക്ക്. 16ാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് തിരിതെളിഞ്ഞു. ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ 22 രാജ്യങ്ങളിൽ നിന്നുള്ള 122 പ്രസാധകരാണ് പങ്കെടുക്കുന്നത്. UAEയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഷാർജയിൽ ഇനി 12 ദിനരാത്രങ്ങൾ കൊച്ചുകുട്ടികളുടെ പുസ്തക സുഗന്ധം കൊണ്ട് നിറയും. 16ാമത് കുട്ടികളുടെ വായനോത്സവത്തിന് തുടക്കമായി. പുസ്തകങ്ങളിലേക്ക് ഊളിയിടൂ എന്ന പ്രമേയത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 22 രാജ്യങ്ങളിൽ നിന്നുള്ള 122 പ്രസാധകരാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. 70 രാജ്യങ്ങളിൽ നിന്നും 200-ലേറെ ബാലസാഹിത്യ പ്രതിഭകളും കുട്ടികളുമായി സംവദിക്കാൻ മേളയിലെത്തും. 1000-ലേറെ കലാസാംസ്കാരിക പരിപാടികളും വായനോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ലോകപ്രശസ്ത പാചക വിദഗ്ധർ പങ്കെടുക്കുന്ന 80-ലേറെ കുക്കറി സെഷനുകൾ, നാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ, വിദഗ്ധർ നയിക്കുന്ന 600-ലേറെ പരിശീലന പരിപാടികൾ എന്നിവയൊക്കെ മേളയുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. കോമിക് കോർണർ, ചിത്രരചനാ പരിശീലനം, കുട്ടികളുടെ പുസ്തകങ്ങളിലെ പ്രശസ്തമായ ചിത്രങ്ങളുടെ പ്രദർശനം എന്നിവയൊക്കെ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഷെർലക് ഹോംസ് സിനിമകളിൽ ഉപയോഗിച്ച വസ്തുക്കളും വേഷങ്ങളും സിനിമകളുടെ പശ്ചാത്തലവുമൊക്കെ അടങ്ങുന്ന പ്രത്യേക പ്രദർശനവും ഇത്തവണത്തെ ആകർഷണമാണ്. ഷാർജ എക്സ്പോ സെന്ററിലെ കുട്ടികളുടെ വായനോത്സവ നഗരിയിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെയ് മാസം സൗദി അറേബ്യയും ഖത്തറും UAEയും സന്ദർശിക്കുമെന്ന് പ്രസിഡന്റിന്റെ വക്താവ് കരോലിൻ ലീവിറ്റ് അറിയിച്ചു. നേരത്തെ അറിയിച്ചതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ട്രംപിന്റെ 2ാമത്തെ വിദേശ യാത്രയാണ് സൗദിയിലേക്കും ഖത്തറിലേക്കും UAEയിലേക്കും നടത്തുന്നത്. മെയ് 13 മുതൽ മെയ് 16 വരെയുള്ള ദിവസങ്ങളിലാണ് ട്രംപ് 3 രാജ്യങ്ങളും സന്ദർശിക്കുകയെന്ന് കരോലിൻ ലീവിറ്റ് വൈറ്റ് ഹൗസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2ാമതും അധികാരത്തിലേറിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ യാത്ര മിഡിൽ ഈസ്റ്റിലേക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് അടുത്ത ശനിയാഴ്ച സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ആദ്യ യാത്ര ട്രംപ് വത്തിക്കാനിലേക്ക് മാറ്റുകയായിരുന്നു. കുവൈറ്റിൽ കബത്ത് പ്രദേശത്തെ കന്നുകാലി വിപണി താൽക്കാലികമായി അടച്ചുപൂട്ടി. സുലൈബിയയിലെ ചില കന്നുകാലി ഫാമുകളിൽ കന്നുകാലികൾക്കിടയിൽ രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ജനറൽ അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷ് റിസോഴ്സ് അധികൃതർ അറിയിച്ചതാണിത്. ഈ ഫാമുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ SAT1 വൈറസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കന്നുകാലികളുടെ വ്യാപാരവും വിപണിയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള കടത്തും താൽക്കാലികമായി നിരോധിച്ചത്. മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം തുടരും. കന്നുകാലികളിലും മറ്റു മൃഗങ്ങളിലും അതിവേഗം പടരുന്ന വൈറസ് രോഗമാണ് പാദവദന രോഗം. രോഗബാധയെക്കുറിച്ച് ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ജീവഹാനിയും സംഭവിക്കാവുന്ന ഗുരുതരമായ രോഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. UAEയിലെ മലയാളി ഡോക്ടർമാരുടെ സംഘടനയായ AKMG എമിറേറ്റ്സിന്റെ 11ാമത് പ്രസിഡന്റായി ഡോക്ടർ സുഗു കോശിയെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 27-ന് റാസ് അൽ ഖൈമ കൾച്ചറൽ ഡെവലപ്മെന്റ് സെന്ററിൽ നടക്കുന്ന മറായ 2025 കൺവെൻഷനിൽ വെച്ച് പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റെടുക്കും. നിലവിലെ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മല രഘുനാഥന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഇന്ത്യൻ കോൺസുലൽ ജനറൽ ശ്രീ സതീഷ് കുമാർ ശിവൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും MDയുമായ ഡോക്ടർ ആസാദ് മൂപ്പന് വൈദ്യ ആരോഗ്യ ശാസ്ത്ര രംഗത്ത്
നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ താരം അനാർക്കലി കൺവെൻഷൻ സുവനീർ പ്രകാശനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 4ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല അവലോകന യോഗം നാളെ പത്തനംതിട്ടയിൽ നടക്കും. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 500 പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ യോഗത്തിൽ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജില്ലാതല അവലോകന യോഗം നാളെ പത്തനംതിട്ടയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള യോഗം രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഇലന്തൂർ തൂക്കുപാലം പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. സർക്കാർ സേവന ഗുണഭോക്താക്കൾ, സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കായിക വ്യാവസായിക മേഖലയിലുള്ളവർ, പ്രവാസികൾ തുടങ്ങി 500ഓളം പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി സംവദിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ജില്ലയിൽ നിന്നുള്ള MLA-മാരായ മാത്യു ടി തോമസ്, KU ജനീഷ് കുമാർ, പ്രമോദ് നാരായൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുക്കും. യോഗം നടക്കുന്ന പെട്രാസ് കൺവെൻഷൻ സെന്ററിലെ ഒരുക്കങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർ S. പ്രേംകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന സംഘം വിലയിരുത്തി. അമൃത ന്യൂസ്, പത്തനംതിട്ട. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ജൂന അഖാഡ പീഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെ ഹിന്ദുധർമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. പൊതുസമ്മേളനത്തിനായി വേദിയിലെത്തിയ വിശിഷ്ടർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് കശ്മീരിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരമായി ഒരു നിമിഷം മൗനമാചരിച്ചു. കേരളത്തിലെ ഹിന്ദു സമാജത്തിന് ഒരു മാർഗദർശനമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജുന അഖാഡ പീഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. അസഹിഷ്ണുതയിൽ നിന്ന് ഉടലെടുത്ത തത്വസംഹിത, ആക്രമിക്കാൻ മാത്രം പഠിപ്പിച്ച തത്വസംഹിത, പലപ്പോഴും പല വെള്ളപൂശലുകളോ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയിട്ടുകൊണ്ട് മനോഹരമായിട്ടൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ പലതും പറയുന്നുണ്ടോ. പക്ഷെ ആകത്തുകയിൽ ആക്രമിക്കുക എന്ന ഒറ്റ സന്ദേശം മാത്രം പകരുന്ന തത്വസംഹിത, അത് അവരെ ഗോത്രത്തെ ആക്രമിക്കുക, സ്ത്രീയെ ആക്രമിക്കുക, കുട്ടികളെ ആക്രമിക്കുക, ഏതൊരു സംസ്കൃതിയും ഏതൊരു ജനതയും ഏത് അപകടം വന്നാലും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടുത്തെ കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ. സനാതനധർമ്മത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും ബൗദ്ധിക കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റണമെന്നും മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. സനാതനധർമ്മത്തെ പറ്റി പഠിപ്പിക്കുവാൻ തയ്യാറാകണം. അതോടൊപ്പം സാങ്കേതികമായും സാമ്പത്തികമായും മുന്നോട്ട് നീങ്ങുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. ക്ഷേത്രങ്ങളെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം. തുടർന്നാണ് ഹിന്ദുധർമ്മ പുരസ്കാരം കുമ്മനം രാജശേഖരന് സമ്മാനിച്ചത്. തങ്കപ്രസാദ്, കാവടി സ്വാമി, സുനിതാ മേനോൻ എന്നിവരെയും ആദരിച്ചു. വലിയ പരിവർത്തനമാണ് സംസ്ഥാനത്ത് ഹിന്ദു മഹാസമ്മേളനം നടത്തിയതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഹിന്ദു മനസ്സിന് പരിവർത്തനമുഖമാക്കി നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പ്രേരണയും പ്രചോദനവും ആവശ്യമാണ്. ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാൻ രാജശേഖരൻ നായർ S, MS ഭുവനചന്ദ്രൻ, ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അറിവും ആനന്ദവും ആഘോഷവും ഒത്തുചേർന്ന അമൃത ടെലിവിഷന്റെ കളിയിൽ അല്പം കാര്യം അവധിക്കാല ക്യാമ്പിൽ ആവേശമായി ചലച്ചിത്ര താരങ്ങളും. ഗിന്നസ് പക്രുവും ദേവനന്ദയും ഒത്തുള്ള സെഷനുകൾ കുട്ടികൾക്ക് അവിസ്മരണീയ അനുഭവമായി. വ്യത്യസ്ത മേഖലകളെ മുൻനിർത്തിയുള്ള പരിശീലന ക്ലാസുകളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ്, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടു പറ്റി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ്, ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തും തെറിച്ചു തുള്ളണം മിണ്ടാപ്പെണ്ണ്. വാ വാ
മുട്ടിത്തട്ടട തട്ടാളി മുട്ടുമുട്ടട മുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊടെ മുട്ടിത്തട്ടിക്കൊട് തട്ടാളി. ഒരിക്കലും മറക്കാത്ത അവധിക്കാല അനുഭവം ഒരുക്കി അമൃത ടെലിവിഷന്റെ കൊച്ചിയിലെ ക്യാമ്പിന് സമാപനമായി. അമൃത ടെലിവിഷന്റെ 20ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സൗജന്യ മധ്യവേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമാപന ദിവസത്തെ അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ജീവിതത്തിൽ നേടേണ്ട പരിശുദ്ധികളെപ്പറ്റി കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി. ഈശ്വരാനുഗ്രഹം കിട്ടാൻ ഒരു യോഗ്യതയും വേണ്ട, പക്ഷെ ഒരു യോഗ്യത മതി. ഞാൻ പറയട്ടെ, പരിശുദ്ധി, യുവർ പ്യൂരിറ്റി. നിങ്ങളുടെ പരിശുദ്ധിയാണ് ഏറ്റവും ശക്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധി കിട്ടുക? നല്ല ആഹാരം കഴിക്കുക, എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നല്ല പാനീയം കുടിക്കുക, എന്ത് കുടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക, നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ അനുവദിക്കുക, അതിന് ദിവസവും പ്രാർത്ഥിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളും നിങ്ങൾക്കുണ്ടാവാതെ പ്രകൃതി നിങ്ങളെ കാത്തു സൂക്ഷിക്കും. അവധിക്കാല വിശേഷങ്ങൾ കുട്ടികളുമൊത്ത് പങ്കുവെക്കാൻ ദേവനന്ദയും ഗിന്നസ് പക്രവും കൂടിയതോടെ കുട്ടികൾ ആവേശത്തിലായി. ഒരു കഴിവുമില്ലാതെ ആരും ജനിക്കുന്നില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും. ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് നൃത്തം ചെയ്യാനായിരിക്കാം, ചിലർക്ക് നന്നായിട്ട് എഴുതാനായിരിക്കാം, ചിലർക്ക് സ്പോർട്സിലാവാം. ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കും, അവന് ഒരു കഴിവുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവൻ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞാൽ കറക്റ്റ് ഉന്നതി വന്നുകൊള്ളും. അത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരുപാട് കഴിവുകളുണ്ടാവും. അതെന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു വേദി വേണം, ഒരവസരം വേണം, വേണ്ടേ? അത്തരത്തിൽ ഒരു സ്വയം തിരിച്ചറിവിന് ഏറ്റവും കൂടുതൽ സാധ്യതയും ഉപകാരപ്രദവുമായ പ്രധാനപ്പെട്ട ഒരു വേദി തന്നെയാണ് ഇത്തരത്തിലുള്ള സമ്മർ ക്യാമ്പുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോട്ടറി, ഫുഡ് ആൻഡ് വെൽനസ്, കളരി, യോഗ, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി നിരവധി മാനസിക ശാരീരിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. കൊച്ചിയിലെ ക്യാമ്പിന് പിന്നാലെ കോഴിക്കോട്ടും അടുത്തയാഴ്ച ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കളിയും ചിരിയും ആട്ടവും പാട്ടുമായിട്ട് തന്നെയല്ലേ നമ്മുടെ 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായത്, അല്ലേ? അടിച്ചു പൊളിച്ചില്ലേ നമ്മൾ? ഇഷ്ടായോ? ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മിടുക്കന്മാരായ കുട്ടികൾക്ക് അമൃത വാർത്തകളുടെയും പരിപാടികളുടെയും ഭാഗമാകാൻ വരും ദിവസങ്ങളിൽ അവസരം ലഭിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം തുടരുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മൃതദേഹം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു. കാസ സാന്താ മാർത്തയിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിച്ചത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെ പൊതുദർശനം തുടരും. ലോക നേതാക്കളും രാഷ്ട്രത്തലവന്മാരും ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയടയനെ അവസാനമായി നേരിൽ കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കാണ് എത്തുക. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മുതലാണ് സംസ്കാര ശുശ്രൂഷകൾ. സംസ്ഥാനത്ത് CPM-ന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ AKG സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിലവിലെ AKG സെന്ററിന്റെ എതിർവശത്ത് 9 നിലകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ് പുതിയ മന്ദിരം. പഴയ കെട്ടിടം AKG പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കും. സംസ്ഥാനത്ത് CPM-ന്റെ ആസ്ഥാന മന്ദിരമായ AKG സെന്ററിന് ഇനി പുതിയ കെട്ടിടം. നിലവിലെ AKG സെന്ററിന് എതിർവശത്ത് ഡോക്ടർ NS വാര്യർ റോഡിലാണ് 32 സെന്റിൽ 9 നിലകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ മന്ദിരം. കോൺഫറൻസ് ഹാൾ, സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള മുറി, PB അംഗങ്ങൾക്കുള്ള ഓഫീസ് മുറി, താമസ സൗകര്യം, സന്ദർശക മുറി, മറ്റു യോഗങ്ങൾ ചേരുന്നതിനുള്ള പ്രത്യേക മുറികൾ എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ഭൂഗർഭ പാർക്കിംഗ് നിലകളും പുതിയ ആസ്ഥാന മന്ദിരത്തിലുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെയാണ് നിർമ്മാണം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാടമുറിക്കലും ശിലാഫലകവും അനാച്ഛാദനവും പുതിയ കെട്ടിടത്തിൽ നടത്തി. എന്നാൽ ഉദ്ഘാടന സമ്മേളനം പഴയ AKG ഹാളിലാണ് നടന്നത്. അതിനിടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 10ാം ഉദയത്തിലാണെന്ന ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടി നൽകാനും മുഖ്യമന്ത്രി മറന്നില്ല. അത് പഞ്ചായത്ത് നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആഫീസ് ഉദ്ഘാടനം വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നിങ്ങളുടെ ഒരു നമസ്കാരം നടത്തുന്നത്. പക്ഷെ അതൊന്നും വീശുന്ന ഒരു പ്രസ്ഥാനമല്ലാലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം.
CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗങ്ങൾ, മന്ത്രിമാർ, LDF നേതാക്കൾ ഉൾപ്പെടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവർത്തനം പൂർണ്ണമായും പുതിയ ഓഫീസിലേക്ക് മാറാൻ സമയമെടുക്കും. പഴയ ഓഫീസ് AKG പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് തന്റെ പേര് നീക്കം ചെയ്യാനുള്ള ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷന്റെ നീക്കത്തിനെതിരെ BCCIയുടെ ഇടപെടൽ തേടി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ. ക്രിക്കറ്റ് കളിക്കാരനായതിൽ തനിക്ക് ഖേദമുണ്ടെന്ന് അസ്ഹറുദ്ദീൻ പ്രതികരിച്ചു. വിഷയത്തിൽ BCCI അടിയന്തരമായി ഇടപെടണമെന്നും അസ്ഹർ ആവശ്യപ്പെട്ടു. ഹൈദരാബാദ് സ്റ്റേഡിയത്തിലെ നോർത്ത് സ്റ്റാൻഡിൽ നിന്ന് അസ്ഹറിന്റെ പേര് നീക്കം ചെയ്യണമെന്ന് HCA ഓംബുഡ്സ്മാൻ കഴിഞ്ഞ ദിവസമാണ് വിധിച്ചത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.